ഗവൺമെന്റ് നിയമപരമായി ഉണ്ടാക്കിയിരിക്കുന്ന രജിസ്ട്രേഷൻ 18 വയസ്സാകുമ്പോൾ രണ്ടുപേര് തമ്മിൽ വിവാഹിതരാനുള്ള അവകാശം. 100 വിവാഹം നടക്കുന്നതിനകത്ത് ഒരെണ്ണമായിരിക്കും ഉണ്ടാകുന്നത്. ഇതാണ് ഇയാൾ ഉണ്ടായെന്ന് പറയുന്ന സാധനം. ആ ഉണ്ടായ ആൾക്കാർക്ക് തന്നെ അത് ചെയ്ത ആൾക്കാർ വീട്ടുകാരുടെ സമ്മത പ്രകാരം പിന്നെ 2 കല്യാണം കൂടെ കഴിക്കുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. കാരണം ആദ്യം ഇവർ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വിവാഹം കഴിച്ച് വീട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞു ഞങ്ങളുടെ വക കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് 2 സമുദായത്തിന്റെ പേരിലുള്ള കല്യാണം കൂടെ കഴിക്കുന്നവരാണ് ഇപ്പോഴും ഉള്ളത്. ഇനി സ്വതന്ത്രമായി ചെയ്തവരെന്ന് വെച്ചോ, വീട്ടിനകത്തുനിന്ന് 90% ആ സ്വത്തൊന്നും കൊടുക്കത്തില്ല. അവർ പാടുപെട്ട് ജീവിക്കുന്നവരായിട്ട് പോകും. അവർ സ്വാഭാവികമായി സാമൂഹികമായ സപ്പോർട്ട് കിട്ടാത്തവരായത് കാരണം കൊണ്ട് അവർ പിരിഞ്ഞു പോകുന്നിടത്താണ് കൂടുതൽ പേര് നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് പിന്നാലെ നമ്മൾ നോക്കിയാൽ മതി. ആ സമയത്തൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം പാർട്ടി ഓഫീസിലൊക്കെ കല്യാണം കഴിപ്പിക്കുമായിരുന്നു. ഇഷ്ടംപോലെ കാണുമായിരുന്നു. ഇന്ന് നമ്മൾ കാണത്തേയില്ല. മാത്രമല്ല ആരും അതിനെപ്പറ്റി സംസാരിക്കത്തേയില്ല. എന്തുകൊണ്ടാ? ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ചീത്തയായി പോയോണ്ടൊന്നുമല്ല. അവർക്കറിയാം അവർ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ അവരുടെ വോട്ട് പോകും.